ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ വലിയ നേട്ടങ്ങൾക്ക് അള്ളാഹു തെരഞ്ഞെടുത്ത ആ മഹത്തായ സംഭവം മിഅ്റാജ്. അതിൽ മുത്തുനബിയോട് ഒപ്പം നമ്മൾ ഉണ്ട് എങ്കിൽ ആ സ്നേഹത്തിന്റെ പ്രകടനം ഇമാം ഗസാലി അവിടുത്തെ ഇഹ്യാഇൽ രേഖപ്പെടുത്തുന്നു. ഇമാം അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ ഗുനിയയിൽ രേഖപ്പെടുത്തുന്നു. ഇമാം ബൈഹഖി അവിടുത്തെ ഫളായിലുൽ ഔഖാത്തിൽ രേഖപ്പെടുത്തുന്നു. റജബ് 27 പകലിൽ ആരെങ്കിലും നോമ്പെടുത്താൽ 60 മാസം നോമ്പെടുത്ത പ്രതിഫലം അള്ളാഹു കബൂലാക്കിയാൽ, ആ നോമ്പിന് വേണ്ടത്ര പരിഗണന അള്ളാഹു നൽകിയാൽ 60 മാസം നോമ്പെടുത്ത പ്രതിഫലമുണ്ടെന്ന് ഹബീബെ മുജ്തബ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ആ സന്തോഷ പ്രകടനം നോമ്പിലൂടെ തന്നെ ആവട്ടെ. റജബ് 27 അതിനെതിരെ പുച്ഛഭാവത്തോടുകൂടെ പലതും പുലമ്പുന്നവരുണ്ടാകും. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ ആധികാരികമായ ഗ്രന്ഥങ്ങൾ പരിധിയാൽ നമുക്ക് കാണാം. മഹാനായ മുഹയ്യിസ്സുന്ന അബൂ യഹ്യ സക്കരിയ അൽ അൻസാരി തങ്ങളുടെ ഹാഷിയത്തുൽ ജമൽ പറയുന്നുണ്ട്, വയുസന്നു ഐലൻ സൗമ യൗമിൽ മിഅ്റാജ്. മിഅ്റാജിന്റെ നോമ്പ് സുന്നത്താ ഇസ്ലാമിക കർമ്മശാസ്ത്രം. പിന്നെയും കാണാം വയുന്തബ സൗമ യൗമിൽ മിഅ്റാജ് ഹാഷിയത്തുൽ ബർമാവി രേഖപ്പെടുത്തുന്നു. മാത്രവുമല്ല വയുസ്തഹബ് സൗമ യൗമിൽ മിഅ്റാജ് ഇആനത്ത് താലിബിൻ രേഖപ്പെടുത്തുന്നു. വയുതഅക്കദു സൗമ യൗമിൽ മിഅ്റാജ് എന്ന് പോലും രേഖപ്പെടുത്തിയ ശക്തമായ സുന്നത്താണ് റജബ് 27 അന്നത്തെ സുന്നത്ത് നോമ്പ്. ശക്തമായ സുന്നത്ത് എന്ന് പോലും രേഖപ്പെടുത്തിയ ഫുഖഹാ ഉണ്ട്. അങ്ങനെയെങ്കിൽ റജബ് 27 ദിവസത്തിലെ സുന്നത്ത് നോമ്പിൽ നാം എല്ലാവരും പങ്കാളികളാവുക എന്നത് മിഅ്റാജിലൂടെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയ സന്തോഷത്തിൽ നമ്മളും പങ്കുചേരുന്നു. സന്തോഷ പ്രകടനം നോമ്പ് പിടിച്ചുകൊണ്ട് എന്ന തത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചതാണ്.